എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ളൊരു കോമൺ ഡൗട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് Honor 9A, Honor 9S. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ ഒരു റിവ്യൂ പോലും നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല. ഈ സ്മാർട്ട് ഫോണുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണ്? ഓണർ എന്ന കമ്പനിയോട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? അല്ല, നിങ്ങൾ ആ സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണങ്ങൾ 3 ആണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ദയവ് ചെയ്ത വീഡിയോ മുഴുവനായി കാണുക. അത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഡിസ്ക്ലെയിമർ. നമുക്ക് Huawei അല്ലെങ്കിൽ ഓണർ ഈ രണ്ട് ബ്രാൻഡുകളോടും പ്രത്യേകിച്ച് എന്തെങ്കിലും എതിർപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയുമല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പകരം നിങ്ങൾ വലിയൊരു അബദ്ധത്തിലോട്ട് ഇന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങനെ ഉള്ള ഫോണുകളെക്കുറിച്ച് നമ്മൾ റിവ്യൂവേഴ്സ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഓക്കെ എനിവേ ഹാരിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ ഡിവൈസുകൾക്ക് ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓണറിൻ്റെ എല്ലാ ഡിവൈസുകൾക്കും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പ്രശ്നം ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേ ടു ഡേ യൂസേജിലായിരിക്കും. നിങ്ങൾക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതൊരു വള്ളിയായല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പറയാൻ 3 കാരണങ്ങളുണ്ട്. എന്നാൽ ഈ 3 കാരണങ്ങളും ഉടലെടുത്തിരിക്കുന്നത് ഒറ്റ കോർ റീസണിൽ നിന്നാണ്. ഒത്തിരി പൊളിറ്റിക്കൽ ഡ്രാമയുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കിലുക്ക മൂവി ഓർക്കുന്നുണ്ടോ? അതിനകത്തെ നായകൻ കഥാപാത്രം പ്രൊട്ടഗണിസ്റ്റ് ജോജി ചൈന ആയിട്ട് എടുക്കുക. അതിനകത്തെ വില്ലൻ ഹിന്ദിക്കാരൻ US ആയിട്ട് എടുക്കുക. ഇവിടെ ജോജി വില്ലൻ്റെ കുറേ ശിങ്കിടികളെ പഞ്ഞിക്കിട്ടു. ശരിക്കും പറഞ്ഞാൽ വില്ലൻ വന്ന് ഫസ്റ്റ് തല്ലേണ്ടത് ജോജിനെയല്ലേ. പക്ഷേ ആദ്യത്തെ തല്ല് കിട്ടിയത് നിശ്ചലനായിരുന്നു. ഏറെക്കുറെ ഇത് തന്നെയാണ് ഇവിടെയും സിറ്റുവേഷൻ. US-ഉം ചൈനയും തമ്മിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് രാജ്യങ്ങളും നേരെ യുദ്ധത്തിലോട്ടൊന്നും പോയില്ല. അവർ പരസ്പരം എങ്ങനെ പണി വയ്ക്കാം, എങ്ങനെ പാര പണിയാം എന്ന് ആദ്യമേ ചിന്തിച്ചു. ഡൊണാൾഡ് ട്രംപ് ആദ്യമേ പണി കൊടുത്ത ചൈനീസ് കമ്പനികളിൽ ഒന്നാണ് ചൈനയുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ Huawei. ലോക പ്രശസ്തമാണ് ഈ കമ്പനി. ചൈനയ്ക്ക് വളരെ അഭിമാനമാണ് ഈ കമ്പനിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡൊണാൾഡ് ട്രംപ് ആദ്യമേ ഇതിനെ കയറി അങ്ങ് ബാൻ ചെയ്തു. ഒത്തിരി തവണ നിശ്ചലിപ്പോൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് Huawei ശ്രമിച്ചു. ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഡിപ്ലോമാറ്റിക് ഒക്കെ ആയിട്ട് ഒത്തിരി മൂവ് ചെയ്ത് നോക്കി. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പിടിയാലെ പിടിച്ചു. അവരെ ബാൻ ചെയ്തു. അതുമാത്രമല്ല മറ്റു പല അംഗരാജ്യങ്ങളോടും ഇവരെ ബാൻ ചെയ്യണം, ഇവരുടെ ടെലികോം പ്രൊഡക്ട്സ് ഉപയോഗിക്കരുതെന്ന് വരെ പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു നിയമവും കൂടെ കൊണ്ടുവന്നു. അതായത് മേലാൽ ഒരു അമേരിക്കൻ കമ്പനിയും Huawei ആയിട്ട് ഒരു രീതിയിലുള്ള കോപ്പറേഷനും വരുത്തരുത്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റും അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്രൊഡക്റ്റുകളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് എൻറ്റിറ്റി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ Huawei കൊണ്ടുവർത്തു. അങ്ങനെ മൊത്തത്തിൽ ഡാർക്കായി. ഡൊണാൾഡ് ട്രംപ് എടുത്ത ആ തീരുമാനം കാരണമുണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് ഇനി മേലാൽ ഒരു Huawei ഓണർ ഡിവൈസുകളിലും ഗൂഗിൾ മൊബൈൽ സർവീസ് ഉണ്ടാവില്ല എന്നുള്ള ആ സംഗതി. എന്താണ് ഈ ഗൂഗിൾ മൊബൈൽ സർവീസസ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി ധാരണ ഉണ്ടാവില്ല. GMS എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഒരു ഭാഗം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പറയും അയ്യോ അങ്ങനെയാണെങ്കിൽ ഓണർ ഫോണുകൾ വേണ്ട. സംഭവം എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു പാക്കറ്റ് ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടൂത്ത് ബ്രഷ് ഫ്രീ കിട്ടുന്ന പോലെ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം കുറേ ഗൂഗിൾ പ്രൊഡക്ട്സ് കിട്ടുമായിരുന്നു. ഈ ഒരു പാക്കേജിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ GMS എന്ന് വിളിക്കുന്നത്. എന്നാൽ കേവലം ഈ ഒരു പാക്കേജ് മാത്രമല്ല കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ APIകളും ഇതിൻ്റെ ഉള്ളിൽ വരും. ഇതെല്ലാം ഗൂഗിളിൻ്റെ പ്രൊപ്രൈറ്ററി പ്രൊഡക്ട്സ് ആണ്. അതായത് ഇതൊരു അമേരിക്കൻ പ്രൊഡക്റ്റാണ്. ആൻഡ്രോയിഡ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ്. അത് ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം, എനിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. എന്നാൽ ഒരു ആൻഡ്രോയിഡ് പ്രൊഡക്റ്റിൽ ഗൂഗിൾ മൊബൈൽ സർവീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഗൂഗിളുമായിട്ടൊരു ടേംസിൽ വരണം, ഒരു കോൺട്രാക്റ്റിൽ വരണം. അത് മേലാൽ ഇനി Huaweiക്ക് കിട്ടത്തില്ല. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിയമമാണ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന Huawei ഓണർ ഡിവൈസുകളിലൊക്കെ ഗൂഗിളിൻ്റെ പോപ്പുലർ സർവീസസ് ആയിട്ടുള്ള Gmail, ഡ്രൈവ്, ഡ്യൂവോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. പ്ലേ സ്റ്റോറും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഉണ്ടല്ലോ, അതും ആ ഡിവൈസുകളിൽ വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന Honor 9A, 9S ഈ ഡിവൈസുകളിൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി ഗൂഗിൾ സെർച്ചിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ ആപ്പ് സപ്പോർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും സപ്പോർട്ട് ആവത്തില്ല. ഇതെങ്ങനെയാണ് ജനറൽ ലൈഫിൽ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അത് Huawei ഓണർ ഫോണുകളിൽ ലഭിക്കത്തില്ല. ഇനി നിങ്ങളുടെ കമ്പനി തരുന്ന ഒരു ആപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇനി വർക്കാവത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചില ആളുകളുടെ ജോലി, പ്രത്യേകിച്ച് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജോലിയിൽ ഒത്തിരി ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം.
വാട്സപ്പിൻ്റെ ബാക്കപ്പ് എല്ലാം പോകുന്നത് ഗൂഗിൾ ഡ്രൈവിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഓണർ ഫോണുകളിൽ ആൻഡ്രോയിഡ് തന്നെയാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ബാക്കപ്പ് ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ആപ്പ് ക്രാഷ് ആവും, അല്ലെങ്കിൽ ആപ്പ് എറർ കാണിക്കും. കാരണം ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളത് ഒരു പ്രശ്നം മാത്രം. ഇനി വേറൊരു സിനാരിയോ എടുത്തു. നിങ്ങൾ സ്ഥിരം ഗൂഗിളിൻ്റെ പ്രൊഡക്ടിവിറ്റി പർപ്പസിനായിട്ട്, അതായത് നിങ്ങളുടെ ഓഫീസ് ജോലിക്കൊക്കെ ആയിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഷീറ്റ്സും എക്സലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അത് ഇനി മുതൽ ഓണർ Huawei ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി മറ്റൊരു സിനാരിയോ നോക്കാം. നിങ്ങൾ സ്ഥിരം ജോഗിങ്ങിന് പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ഫിറ്റ്നസ് ബാൻഡ് ഉണ്ട്. അത് ഗൂഗിളിൻ്റെ ഫിറ്റ്നസ് ആപ്പുമായിട്ട് നിങ്ങൾ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിറ്റ്നസ് ആപ്പ് ഗൂഗിളുമായിട്ട് സിങ്കിൽ വരുന്നതാണ്. നിങ്ങളൊരു ഹോണർ ഫോൺ മേടിക്കുന്നതോടുകൂടി ആ ഒരു സിങ്ക് അതവിടെ കട്ടാവുകയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ആൻഡ്രോയിഡ് ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും ശരിക്കുള്ളൊരു ഡീവിയേഷനാണ് ഹോണർ അല്ലെങ്കിൽ Huawei ഫോണുകളിലോട്ട് ഇനി വന്നാലുള്ള കാര്യം. രണ്ടാമത്തെ പ്രശ്നം Huaweiയുടെ ആപ്പ് ഗാലറിയാണ്. ഇങ്ങനൊരു തിരിച്ചടി നേരിട്ടപ്പോഴേക്കും Huawei പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. അവർക്കുണ്ടായിരുന്ന ആപ്പ് ഗാലറി അത് അവർ ഒന്നും കൂടെ ബെറ്റർ ആക്കിയെടുത്തു. ആപ്പ് ഗാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണുകളിലെ പ്ലേ സ്റ്റോർ പോലെ ചൈനയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ അവർ ഗ്ലോബലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റുന്ന അത്രയും ആപ്പ് ഡെവലപ്പേഴ്സിനെ അവർ ആപ്പ് ഗാലറിയിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ അപ്പോൾ പോലും ഇത് പെർഫെക്റ്റ് അല്ല. പ്ലേ സ്റ്റോറിൻ്റെ 7 അയലത്ത് വരത്തില്ല. ലക്ഷക്കണക്കിന് ആപ്പുകൾ ഈ ആപ്പ് ഗാലറിയിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട പല ആപ്പുകളും അതിനകത്ത് ആബ്സെൻ്റ് ആണ്. ചില എക്സാമ്പിൾസ് നോക്കാം. സൂം, വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ്, യൂബർ, ഡിസ്നി, ഹൗസ് പാർട്ടി, ട്വിച്ച് എക്സെട്ര. ഈ ആപ്പുകളൊന്നും വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം അമേരിക്കൻ ബേസ്ഡ് കമ്പനികളുടെ ആപ്ലിക്കേഷനുകളാണ്. എല്ലാത്തിൻ്റെയും ഫൗണ്ടേഴ്സ് അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ സാൻ ഹോസെ, കാലിഫോർണിയ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ ആ കാരണം കൊണ്ട് തന്നെ എന്നെങ്കിലും ആപ്പ് ഗാലറിയിലോട്ട് ഈ ആപ്പുകൾ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ ഉറപ്പുമില്ല. പക്ഷേ നമുക്ക് ബ്രൗസർ ഷോർട്ട് കട്ടുകളായിട്ട്, അതായത് വെബ് ആപ്ലിക്കേഷനുകളായിട്ട് പല ആപ്പുകളും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. വെബ് ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രൗസറിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷനാണ്, ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞൊരു കോംപ്രമൈസാണ്. അങ്ങനെ യൂട്യൂബൊക്കെ ഉപയോഗിക്കേണ്ട ഗതികേടിലോട്ട് വരണോ? കാരണം ഇതേ പ്രൈസിന് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോൾ. ഇനി മൂന്നാമത്തെ കാരണത്തിലോട്ട് വരാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇതിന് വളരെ റെലവൻസ് ഉണ്ട്. ബാങ്കിങ് ആപ്പുകളുടെ അഭാവം. ഞാൻ എൻ്റെ ജോലിയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ചില ബാങ്കിങ് ആപ്പുകളാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ, യു മൊബൈൽ, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഗൂഗിൾ പേ. ഇതൊന്നും ഈ പറഞ്ഞ ആപ്പ് ഗാലറിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ കുറേ ഹിന്ദി ചാനലുകളിൽ ഇതിന് സൊല്യൂഷൻ ഇട്ടേക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? കുറേ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ബാങ്കിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല, സേഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അവരെന്ത് വിശ്വസിച്ച് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ പൊന്നു ചങ്ങായി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സൊല്യൂഷൻസിൽ നിന്നും ദയവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യരുത്, ഇൻസ്റ്റാൾ ചെയ്യരുത്. ഒന്നെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫ്രോഡുകൾക്ക് ചാൻസ് ഉണ്ട്. ബാങ്കിങ്ങിൻ്റെയും ഫിനാൻസിൻ്റെയും കാര്യത്തിൽ പോയി റിസ്ക് എടുക്കരുത്. അപ്പോൾ സൈഡ് ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ബാങ്കിങ് ആപ്പുകളുടെ കാര്യത്തിൽ ഒരിക്കലും സേഫ് അല്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ 2019 ഇറങ്ങിയ, 2020 ഇതുവരെ ഇറങ്ങിയ, ഇനി ഇറങ്ങാൻ പോകുന്ന ഓണർ Huawei ഡിവൈസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ഡിവൈസ് അതിന് മുമ്പേ ഉള്ള ഒരെണ്ണമാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. നിങ്ങളുടെ ഡിവൈസുകളിൽ നിന്ന് ഗൂഗിൾ സർവീസസ് ഒന്നും പോകില്ല. ഫോർ എക്സാമ്പിൾ Honor 8X ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട, പ്ലേ സർവീസസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Honor ഡിവൈസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അവരെങ്കിലും ഇൻഫോംഡ് ആയിട്ടിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.